വ്യവസായിയാണ്, ഇപ്പോഴുമാണ്, ആയിരുന്നു. ഒരു കലാകാരനാണ്, ആയിരുന്നു, ഇപ്പോഴുമാണ്. രാഷ്ട്രീയക്കാരനാണിപ്പോൾ, പൊതുജന പ്രവർത്തകനാണ്, പൊതുസേവകനാണ്. ഈ 3 റോളിലും സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണ്? നമ്മൾ ഒന്നൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കുറേയധികം ആൾക്കാർക്ക് നമ്മൾ സഹായിക്കാൻ പറ്റും. നമ്മൾ വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ നമ്മളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ല എന്ന് വരും. ഇതേപോലെ പല പടങ്ങളും പൊട്ടിയാൽ പിന്നെ 2-3 ദിവസത്തിന് ഉറക്കം തന്നെ വരില്ല. പക്ഷേ ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലോ നമ്മളെ നമ്മളെ ഇതും ചെയ്താൽ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ, സമാധാനമുണ്ട്. ഇതാണ് ഇതിൽ വലിയ വലിയ വ്യത്യാസം. ഓരോരോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് ഒരു സംശയമില്ല, അത് ഒരു ജനസേവകൻ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ സാർ. ഇനിയൊരു സിനിമ സാർ നിർമ്മിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ എതിരാളികളായ ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹം, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി, ഇവരെയൊക്കെ സാറിൻ്റെ സംവിധായകൻ പറയാണ് ഇന്ന ഇന്ന ആൾക്കാർ വേണം. സാറിൻ്റെ എതിർ വിശ്വാസം രാഷ്ട്രീയക്കാരാണല്ലോ, അവരെ സിനിമയിൽ വേണ്ടെന്ന് പറയൂ സാറ്? ഈ രാഷ്ട്രീയക്കാർ തമ്മിൽ ആരും വ്യക്തിപരമായിട്ട് എതിർപ്പില്ലല്ലോ. നമ്മൾ ഓരോരോ പ്രിൻസിപ്പളിന് അനുസരിച്ചാണല്ലോ ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഗണേശൻ്റെ വലിയ സ്നേഹിതനാണ്, സുഹൃത്താണ്. ഇപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അദ്ദേഹം എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കിങ്ങിലൊക്കെ നല്ല റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുറപ്പാടിൽ നല്ല റോൾ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ ഇത്രയും വലിയ റോൾ കൊടുത്തിട്ട് സന്തോഷമുണ്ടെന്ന് ആ പുറപ്പാട് കണ്ടു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതൊക്കെ വ്യക്തിബന്ധങ്ങളാണ്, അത് ഇതില്ല. അതൊന്നും ഒരു കലാകാരന്മാർക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അതെ അതെ അതെ, കലാകാരന്മാർക്കില്ല, രാഷ്ട്രീയക്കാർക്ക് അല്ല. സാർ, ഇനി നമുക്ക് ചെറിയ സാറിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മട്ടൻ കറിയും അതുപോലെ തന്നെ വെള്ളപ്പവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഏറ്റവും ഒരു ഫുഡ്. സാറ് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണം ഖദറല്ലാതെ? സാർ വേറെ കളർഫുള്ളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഖദർ വളരെ ചുരുക്കമുള്ള ഇടാറ്, ഖദർ ഇടാറില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ്. എനിക്ക് സാധാരണ മുണ്ടും ഷർട്ടും തന്നെയാണ്. എനിക്ക് സ്ലാക്ക് ഷർട്ടാണ്. പഴയ കാലത്ത് ഞാൻ ജുബ്ബ ഇട്ടിരുന്ന സ്ഥിരം സിനിമയിലൊക്കെ ആയിരുന്നു, ജുബ്ബയായിരുന്നു. പിന്നെ അതിപ്പോൾ രാഷ്ട്രീയമായപ്പം അതൊരു ജാടയാവും എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെല്ലട് മാറ്റി വെച്ച് കുപ്പായമായി. സാറ് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോറിൻ കൺട്രി പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കൺട്രി സൈഡ്, നമ്മൾ അകത്തേക്ക് പോകണം. ക്രിസ്മസ് രാത്രികളൊക്കെ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ ഒന്നടങ്കം പെയ്യും, കംപ്ലീറ്റ് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന രീതിയിൽ റോഡൊക്കെ ഐസായിരിക്കും, വെള്ള. അപ്പോൾ എൻ്റെ അവിടെ ഉള്ള 1-2 ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർ, ഫ്രണ്ട്സ്, ഇംഗ്ലീഷുകാർ, അവരുടെ കൂടെ അവരുടെ ഫാമിലിയൊക്കെ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കൺട്രി സൈഡാണ് ദി ബെസ്റ്റ്. അത് മനോഹരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അതേപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കാശ്മീർ. അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് സാറിന് ഏറ്റവും? എനിക്കിഷ്ടം അതാണ്. അല്ലെങ്കിൽ നല്ല ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഡീപ് സീ ഒക്കെ നമ്മൾ പോകാറുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒരു കൺട്രി സൈഡാണ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു കൺട്രി സൈഡ് ഇംഗ്ലണ്ടിലെ. സാറ് വായന, സ്പോർട്സ്, കല, ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തിനെയാണ്? ഞാൻ സ്വാഭാവികമായിട്ടും കൂടുതലും വായിക്കുന്ന ഒരാളാണ്. യാത്രയിലൊക്കെ ഇപ്പോൾ വായിക്കാൻ സമയം കിട്ടും, വായിക്കും. പിന്നെ സ്പോർട്സ് എന്നുള്ളത് എനിക്ക് വലിയൊരു ഇതില്ല. പഴയ കാലത്ത് ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ചിരുന്നല്ലാതെ സ്പോർട്സുമായിട്ട് വലിയൊരു ബന്ധം ഇപ്പോഴില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ വായിച്ചതിൽ സാറിന് ഏറ്റവും എടുത്തു പറയാവുന്ന 1-2 പുസ്തകങ്ങൾ? ഞാൻ ഇംഗ്ലീഷ് നോവൽസ് വായിക്കുന്ന ആർതർ റെയ്ലിയുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നതാണ്. അതൊരു വളരെ കൃത്യമായിട്ട് ഓരോരോ സബ്ജക്റ്റ്, ഒരു ബുക്ക് വായിച്ചാൽ നമ്മളെ ബുദ്ധി തന്നെ വളരെ വികസിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആർതർ റെയ്ലിയുടെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും എനിക്ക് വളരെ പെർഫെക്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. സാറിൻ്റെ സിനിമകളിൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ? അതിൽ കലാപരമായിട്ടുള്ള പടങ്ങളുണ്ട്, അതുപോലെ തന്നെ പണം തന്ന പടങ്ങളുണ്ട്. പണം തന്ന പടമാണ് എനിക്ക് കിങ്. അതുപോലെ തന്നെ കലാപരമായിട്ട് നല്ലത് നിൽക്കുന്ന ഒന്നും ധ്വനിയുണ്ട്, നല്ല സോങ്ങുകളായിരുന്നു. അതിന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫാദർ എന്ന നിലയിൽ കുട്ടികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതല്ലാത്തതുകൊണ്ട് എല്ലാ പടങ്ങളും എനിക്കിഷ്ടമായിരുന്നു. എല്ലാതിൻ്റെ പിന്നിലും വളരെ വലിയൊരു ഇൻവോൾവ്മെൻ്റ് എൻ്റെ ഉണ്ടായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മുതൽ അതിൽ ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ ഷൂട്ടിംഗ്, എല്ലാ സമയത്തും. സാധാരണ പടം മുടക്കി പ്രൊഡ്യൂസേഴ്സ് മാറി നിൽക്കുന്ന പോലെയല്ല ഞാൻ നിൽക്കാറ്. ഞാൻ തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ കൂടെ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ പടത്തിനോടും എനിക്കിഷ്ടമാണ്. ചിലത് ഓടിയില്ല, ബാഡ് ലക്ക്. ഇനിയൊരു മലയാള സിനിമ അല്ലെങ്കിൽ വേറെ അന്യഭാഷ സിനിമ സാർ നിർമ്മിക്കുമോ?
ഈ നാളെ എന്ത് സംഭവിക്കും നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നാമത് യാദൃശ്ചികതയുടെ ആളാണ്. അപ്പോൾ പിന്നെ അതല്ലേ, നാളെ എന്ത് സംഭവിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒമർ ഖത്താബ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ കണ്ടു. സീരിയലാണത്. എത്ര $100 മില്യൺ മറ്റോ ചിലവഴിച്ചിട്ടുള്ള ഖത്തർ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു പിന്നെ സീരിയൽ. അവിടെ നിന്നും അത് ബാൻ ചെയ്തുകൊണ്ട് കാണില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്ത് 30 എപ്പിസോഡാണ്, 24 അവേഴ്സാണ് ടോട്ടലുള്ളത്, 30 എപ്പിസോഡ്സ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അതേമാതിരിയുള്ള ഒരു പിന്നെ മാമാങ്കം വെറുതെ തോന്നിയതാണ്. മാമാങ്കം എൻ്റെ നാട്ടിൽ നിന്നാണല്ലോ, പിന്നെ പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം. അത് ഒന്ന് പിന്നെ ഇതേപോലെ സീരിയലൈസ് ചെയ്താന്ന് കൊള്ളാമെന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നി അയ്യോ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും എന്നാണ് ഞാൻ തൽക്കാലം തന്നെ. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇതേപോലുള്ള വല്ലത് കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി തോന്നും. എന്തായാലും സർ, ഇത്രയും നേരം സ്മൃതിമുദ്രകളിൽ വന്ന് സാറിൻ്റെ ഓർമ്മകളിലേക്കും സിനിമയുമായിട്ടുള്ള സാറിൻ്റെ സിനിമ മാത്രമല്ല പല വ്യക്തി ജീവിതവും പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. വളരെ സന്തോഷം. സാറ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ തന്നെ വളരെ നല്ല മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ സാറും ഒരു കലാകാരനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇനിയും സിനിമകൾ നിർമ്മിക്കാനും അവസരം ഉണ്ടാവട്ടെ. ഇതുപോലെ നല്ല നല്ല പടങ്ങൾ, നല്ല നല്ല പാട്ടുകളുള്ള സിനിമകൾ വരട്ടെ എന്ന്. താങ്കളുടെ കൂടെ കുറേ പിന്നെ സമയം ഈ പഴയ കാലത്തുള്ള ഓർമ്മകൾ പങ്കുവെച്ചാൽ എനിക്ക് വളരെ ഞാനൊരു റിലാക്സ്ഡായി. കുറേ വ്യത്യാസങ്ങൾ വന്നു. താങ്ക് യു വെരി മച്ച്.